തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി അൽഫി ലൈലത്തിൻ. ഒരു നിമിഷം ഒരു വിഷയം പഠിച്ച് ചിന്തിച്ച് അള്ളാഹുവിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് 1000 രാത്രി നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പോരിശയുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, കാരണന്മാരോട്, സ്ത്രീകളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരക്ഷരം വായിക്കുക എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ആ രാത്രി മഗ്രിബ് മുതൽ സുബഹി വരെ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യമുള്ളത് കാര്യമാണ് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ ആളുകളാണ് നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയ പരിശുദ്ധ ഖുർആന്റെ വായിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയ പരിശുദ്ധ ഖുർആന്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ അതുപോലത്തെ കളിവിനോദങ്ങളിലോ അല്ല നമ്മളുടെ സമയം ചെലവഴിക്കേണ്ടത്. നമ്മൾ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത്രമാത്രം വലിയൊരു നേതാവ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഓരോ നേതാക്കളും അവരവരുടെ നെഫ്സ് കഴിഞ്ഞിട്ടേ വേറെ എന്തിനെ കുറിച്ചും ചിന്തിക്കൂ. നിങ്ങൾ ഇന്ന് ഇങ്ങനെ എടുത്ത് ഒന്നൊന്ന് ചിന്തിച്ചു നോക്കി. അടുത്ത കാലത്തൊക്കെ മരണപ്പെട്ടു പോയ നേതാക്കളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. രാഷ്ട്രീയ നേതാക്കളാവട്ടെ, ഏത് തരം നേതാക്കളാവട്ടെ, അവരൊക്കെ വിശ്രമ ജീവിതമുണ്ട്. മരണത്തോടടുക്കുമ്പോൾ അവരൊക്കെ സ്വന്തം ശരീരത്തെക്കുറിച്ചും നെഫ്സിനെ കുറിച്ചുമാണ് ചിന്തിച്ചത്. എന്നാൽ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും ഉമ്മത്തിന്റെ ഒപ്പമാണ്, നമ്മുടെ ഒപ്പമാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നമ്മുടെ അമല് കൊണ്ടോ, നമ്മുടെ ഇഖ്ലാസ് കൊണ്ടോ, നമ്മുടെ ഈ പ്രഭാഷണം കൊണ്ടോ, അത് കേട്ടത് കൊണ്ടോ നമ്മൾ എത്ര അമല് ചെയ്താലും അള്ളാഹു നമ്മളെ സ്വീകരിക്കും എന്നുള്ളതിന് നമുക്കൊരു ഉറപ്പുമില്ല. ഏത് ഉറപ്പും ആ സ്വീകരിക്കുന്ന അതിന്റെ അവസാനത്തെ സീല് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് നമ്മെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സപ്പോർട്ടോട് കൂടിയുള്ള പെട്ടിയാണ് നമ്മളുടെ അമലായിട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുർദങ്ങനെ പാടി ഏകദേശം 140 ബൈത്തുകൾ, 150ഓളം ബൈത്തുകളായപ്പോ അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഹശാഹു അയ്യഹ്രിമർ റാജി മകാരിമഹു ഔ യർജിഅൽ ജാറു മിൻഹു ഗൈറ മുഹ്തറമി. ഹാഷാഹു, ഒരിക്കലും സംഭവിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എത്രയോ വിദൂരത്താണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ ധരിക്കണ്ട. റാജി മകാരിമഹു, നബി തങ്ങളുടെ ഔദാര്യം പ്രതീക്ഷിച്ച് ആരെങ്കിലും നബി തങ്ങളെ സമീപിച്ചാൽ അത് ചെയ്തു കൊടുക്കാതെ അവൻ മടങ്ങി, അവൻ നിരാശനായി മടങ്ങും എന്ന് ആരും വിചാരിക്കണ്ട. നബി തങ്ങളെ അടുത്ത് അഭയം പ്രാപിച്ച ഒരാള് അഭയം കിട്ടാതെ തിരിച്ചു വരും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മുഴുവൻ അഭയവും. നബി തങ്ങളാണ് നമ്മുടെ എല്ലാ സഹായത്തിന്റെ മുഴുവൻ വാതായനങ്ങളും, മുഴുവൻ വാതിലുകളും. അത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിക്കണം. നബി തങ്ങളെ മുറുകെ പിടിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ആയുസ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ആയുസെങ്ങാനും ഒരു നിമിഷം അങ്ങ് മുറിഞ്ഞു പോയാൽ മതി, പിന്നീട് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ ഒരിക്കലും കഴിയൂല. ഈ ആയുസ് എപ്പോഴാണ് മുറിഞ്ഞു പോകുക എന്നുള്ളതും ആർക്കും അറിയില്ല. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. ഈ കുറഞ്ഞ ആയുസ്സിൽ നമ്മൾ എന്താവണം, എവിടെ എത്തണം? എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും കൂടിയോടെയാണ് പറയുന്നത്. നമ്മൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ മരിച്ച ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, തഹ്ലീൽ ചെല്ലുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു, യാസീൻ ഓതുന്നു. ചിലർ മരിച്ചാൽ ആരും അവിടെ വരുന്നില്ല. കുറച്ച് ആളുകൾ വന്ന് അദ്ദേഹത്തെ ദഫൻ ചെയ്യുന്നു, മറവ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാ വരുന്നത്? അതൊക്കെ ഈ ദുന്യാവിൽ നമ്മൾ എത്രമാത്രം അധ്വാനിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ദുന്യാവ് എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കാനുള്ള, വിനോദത്തിൽ ഏർപ്പെടാനുള്ള, കളിതമാശയിൽ ഏർപ്പെടാനുള്ള ഒരു സങ്കേതമായിട്ട് നമ്മൾ ആരും മാറ്റരുത്.
അള്ളാഹു നമുക്ക് സ്വർഗം വെച്ചിട്ടുണ്ട്, പരലോകം വെച്ചിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ ദുന്യാവും ആഖിറവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്, താരതമ്യം ചെയ്യുന്നുണ്ട്. അത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. സമുദ്രത്തില് നിറയെ വെള്ളത്തിന് പകരം ഒരു കൃമിയാണ് എന്ന് വിചാരിക്കുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, സമുദ്രമുണ്ട്, വിശാലമായ സമുദ്രമുണ്ട്. ആ സമുദ്രത്തിൽ ഇപ്പോഴുള്ള വെള്ളത്തിന് പകരം ചെറിയ ചെറിയ കൃമികളുണ്ട്. ആ കൃമികള് ഓരോ ദിവസവും പുതിയ കൃമിയെ ഇങ്ങനെ പ്രസവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. എങ്കിൽ ഒരു പരുന്ത് 1,00,000 വർഷത്തിലൊരിക്കൽ വന്ന് ഒരു കൃമിയെ കടിച്ചു കൊണ്ടുപോകും എന്നാണ് നിയമമെങ്കിൽ, ആ സമുദ്രത്തിലുള്ള മുഴുവൻ കൃമികളെയും ഈ പരുന്ത് എന്നാണോ കൊത്തി തീർക്കുന്നത് അത്രയാണ് ആഖിറത്തിന്റെ ദൂരം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഇത് ലോകത്തൊരിക്കലും സംഭവിക്കാനില്ല. ലോകത്ത് ദുന്യാവേ നശിക്കൂ, പരലോകം നശിക്കാത്ത ലോകമാണ്. നരകത്തിൽ ശാശ്വതമായി കടക്കേണ്ടി വന്നാലുള്ള ഒരു അവസ്ഥ എന്താണ്? ലക്ഷക്കണക്കിന് വർഷങ്ങളാണോ, കോടിക്കണക്കിന് വർഷങ്ങളാണോ, എത്രയാണ് കിടക്കേണ്ടി വരിക ആർക്കും അറിയില്ല. വയസ്സായവർ ചിന്തിക്കുന്നത് എന്നാണ് നമ്മളെ കുട്ടിക്കാലം കഴിഞ്ഞത്. കുട്ടിക്കാലം എപ്പോഴും നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. ഇതിങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകും. ഒരിക്കൽ ഈ ദുന്യാവിനോട് നമ്മളൊക്കെ വേർപിരിയും. നമ്മളുണ്ടാക്കിയ മദ്രസ ഇവിടെ ഉണ്ടാവും, നമ്മളുണ്ടാക്കിയ പള്ളി ഉണ്ടാവും, നമ്മൾ കുഴിച്ചിട്ട മരം ഉണ്ടാവും, നമ്മൾ സംഭാവന കൊടുത്തുണ്ടാക്കിയ റോഡുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ മാത്രം ഉണ്ടാവൂല. നമ്മൾ ലോകത്തിന്റെ ഭൂമിയുടെ അടിയിൽ നമ്മൾ മാത്രം ഒരു ചെറിയ കല്ലറയിൽ കിടക്കേണ്ട ഒരു സമയം വരുന്നുണ്ട്. ആ സമയത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് തയ്യാറാക്കി വെച്ചു എന്നുള്ളത് മനസ്സിന്റെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുന്ന ആളുകളാണ് ബുദ്ധിമാന്മാർ. അവരാണ് ബുദ്ധിമാന്മാര്. നമ്മൾ വേറെന്ത് ചെയ്താലും ഇതൊക്കെ നശിക്കാനുള്ളതാണ്. എത്ര വലിയ വീട് പണിതാലും അതിൽ അധിക കാലം ജീവിക്കാൻ പറ്റൂല. എത്ര വലിയ വാഹനം വാങ്ങിയാലും അത് ശാശ്വതമായിട്ട് നമുക്കുള്ളതല്ല. നമ്മൾ ഇന്നും നമ്മൾ മൂത്രമൊഴിക്കുന്ന, കാഷ്ടിക്കുന്ന, ചവിട്ടി നടക്കുന്ന ഈ ഭൂമിക്കുള്ളിലാണ് നമുക്ക് കിടന്നുറങ്ങാനുള്ളത്. എത്ര കാലം ആർക്കും അറിയില്ല അതിൻ്റെ ഉള്ളിൽ എത്ര കാലമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത്. ഒരു പക്ഷേ നമ്മൾ കാറിക്കുറച്ച് തുപ്പുന്ന, പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോ കാറിക്കുറച്ച് തുപ്പുന്നത് നമ്മൾ ആരുടെ മേലാണ് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ തുപ്പിയോടത്തായിരിക്കാം ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കെടുക്കാനുള്ളത്. ഇതൊക്കെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ ചിന്തിക്കുന്നത് പോലെ അറിയുന്നത് പോലെ എങ്ങാനും നിങ്ങൾ അറിയുന്നെങ്കിൽ ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറ, നിങ്ങൾക്ക് ചിരിക്കാൻ സമയം ഉണ്ടാവൂല, കരയാനേ സമയം ഉണ്ടാവൂ. ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് സുഖമാണുള്ളത്. ഞാൻ നിങ്ങൾക്ക് 1,00,000 രൂപ തരികയാണ്, എന്നിട്ട് പറഞ്ഞു നാളെ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ആ 1,00,000 രൂപക്ക് എന്ത് സന്തോഷാണുള്ളത്. അള്ളാഹു നമുക്ക് ഇതൊക്കെ ചെയ്തു തന്നിട്ട് അള്ളാഹു നമ്മളോട് പറയാണ്, ഇതൊന്നും ശാശ്വതമല്ല, എല്ലാം തിരിച്ചു വാങ്ങും, പോകുമ്പോ 3 കഫംപുട മാത്രമേ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വേജാറും വേവലാതിയും ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. സുബഹി നിസ്കരിക്കാത്ത വളരെ വലിയ പരിപാടികളൊക്കെ നടത്തും. പക്ഷെ സുബഹിക്ക് ഏറ്റവും അവസാന സമയത്ത് എണീറ്റിട്ട് പിന്നെ ഒരു കാട്ടിക്കൂട്ടലാണ് എന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അത് സുബഹിന്റെ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളത്. ഞാൻ പള്ളിയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. നമ്മുടെ പള്ളിയിൽ എത്ര ആൾക്കാർ സുബഹിന്റെ ജമാഅത്തിന് വരുന്നുണ്ട്? ഏതായാലും 5:30 എണീക്കണം, 6 മണിക്ക് എണീക്കണം. അത് വാങ്ങി കൊടുക്കുന്നതിന്റെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് എണീറ്റാൽ എന്താ? അള്ളാഹു നമ്മളോട് പറഞ്ഞു, സുബഹിന്റെ മുമ്പ് നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം തരും എന്ന് ഉറപ്പാണ്. നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ എത്ര ആളുകൾ സുബഹിന്റെ മുമ്പ് എണീറ്റ് അള്ളാഹുവിനോടൊന്ന് ചോദിച്ചു? ആ പ്രശ്നങ്ങളൊക്കെ വേറെ പലരോടും നമ്മൾ പോയി പറയുന്നുണ്ട്. നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ അടുത്ത ഒരാളെ കണ്ടു, അയാൾ ലോഡിങ്ങിന്റെ ആളാണ്. ലോഡിങ് എന്ന് പറഞ്ഞാൽ ചെങ്കല്ലല്ല, വലിയ കരിങ്കല്ല് നേരം വെളുത്ത് വൈകുന്നേരം വരെ ലോറിയിലേക്ക് കയറ്റി കൊടുക്കുന്ന ഒരാള്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ളുഹുർ നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോ, അത് ഉസ്താദ് ഒരു മടിയാണ്.
നേരം വെളുത്ത് വൈകുന്നേരം വരെ ലോഡിങ് നടത്തുന്ന ഒരു മനുഷ്യന് ളുഹ്ർ നിസ്കരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിന് എന്താണ് പേര്? നേരം വെളുത്ത് വൈകുന്നേരം വരെ വലിയ മരങ്ങൾ ലോറിയിലേക്ക് കയറ്റുന്ന ഇറക്കുന്ന എത്ര ആളുകളുണ്ട്. 4 റക്അത്ത് ഒരു വുളു എടുത്തിട്ട് 4 റക്അത്ത് നിസ്കരിക്കാൻ ഒരു മരം കയറ്റുന്നതിന്റെ 10-1 പ്രയാസമുണ്ടോ? ഒരു കല്ല് കയറ്റുന്നതിന്റെ പ്രയാസമുണ്ടോ? പക്ഷേ നമുക്ക് അള്ളാഹു തൗഫീഖ് തരണം. നേരം വെളുത്ത് വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കോട്ടക്കലങ്ങാടിയിലോ മറ്റോ ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊടുക്കുമ്പോ നമുക്കൊരു വിഷമമില്ല. എങ്കിൽ അത് സുബഹിന്റെ തൊട്ടുമുമ്പ് എണീറ്റിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവേ എന്റെ അസുഖം മാറ്റിത്തരണേ, എന്റെ ഉപ്പാന്റെ അസുഖം മാറ്റിത്തരണേ, ഉമ്മാന്റെ അസുഖം മാറ്റിത്തരണേ എന്ന് ദുആ ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതൊക്കെ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ എല്ലാം. പക്ഷെ നബി തങ്ങളാണ് നമ്മളോടും പഠിപ്പിച്ചത്, നിങ്ങൾ 5 വക്ത് നിസ്കരിക്കണം, പരമാവധി ജമാഅത്തായിട്ട് നിസ്കരിക്കണം, സുബഹി കളാക്കരുത്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാവണം. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്തിനെ പോലെ ലോകത്ത് പ്രതിഫലം കിട്ടുന്ന മറ്റൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹഷാഹു അൻ യുഹ്രിമർ റാജി മകാരിമഹു. നബി തങ്ങളെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നബി തങ്ങളെ സമീപിച്ചാൽ നബി തങ്ങൾ മടക്കൂല. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് 10 രൂപ ചോദിച്ചു, ഞാൻ തരൂല. വീണ്ടും ചോദിച്ചു, തരൂല. ഒരു 10 വട്ടം ചോദിച്ചാൽ തന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ പറ്റുക? എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ, ലോകത്തിന്റെ റഹ്മത്തുല്ലിൽ ആലമീൻ, അക്രമുൽ അക്രമീനായ അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ സ്വലാത്ത് ചൊല്ലി ചോദിക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം നബി തങ്ങളെ നമ്മൾ മടക്കും? നബി തങ്ങളെ നമ്മൾ മടക്കൂല. അതാണ് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഔ യർജിഅൽ ജാറു മിൻഹു വൈറ മുഹ്തറമി. നബി തങ്ങളിൽ അഭയം പ്രാപിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവരിൽ നിന്ന് നിരാശനായി മടങ്ങുക എന്നുള്ള ഒന്നും ഉണ്ടാവൂല. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, അവിടെ ഒരുപാട് പരിപാടികൾ നടത്താനുള്ളതാണ്. നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കണം. ഇന്ന് മുതൽ എല്ലാവരും ഒരു അസ്മ, ഒരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുക ഒക്കെ ചെയ്യും. പക്ഷെ എനിക്കെന്തറിയാം, എനിക്കറിയുന്ന ഭാഷയിൽ അറിയുന്ന അക്ഷരങ്ങൾ കൂട്ടി വെച്ച് നബി തങ്ങളെ പഠിക്കണം നമ്മൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, എന്നിട്ട് ദുആ ചെയ്യണം. അതുപോലെ 5 വക്ത് നിസ്കാരം പരമാവധി നിസ്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോടാണ് പറയുന്നത്, മൊബൈൽ അഡിക്ഷൻ പോലത്തെ എല്ലാ വിനോദങ്ങളോടും നമ്മൾ വളരെ കർശനമായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, വലിയവരും കൂടിയും അനുസരിക്കേണ്ടതാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരുമാറാവട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടിയത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ മരിച്ചുപോയവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അള്ളാഹ്, ഞങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ മജ്ലിസിന്റെ ഹക്ക് ജാഹ്